ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേഷ്യലാണ്, പൊട്ടാറ്റോ ഫേഷ്യൽ. നമ്മളെ ഉരുളക്കിഴങ്ങില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ അത് ഒരു എഫക്റ്റീവായിട്ടുള്ള ഫേഷ്യലാണ്. നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്ലോയ്ക്കാൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്ലോ, നമ്മളെ സ്കിന്ന് നല്ല വെട്ടിത്തിളങ്ങും. അങ്ങനെ ഒരു ഫേഷ്യലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ഡൾ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ്, പിന്നെ നമ്മൾ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി, നമ്മൾ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യൽ. ഒരു സിമ്പിൾ സ്റ്റെപ്സാണ്, നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് കെമിക്കൽസും ഒക്കെ അല്ലേ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലൊരു പൊട്ടാറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്താട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്കാണെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്ന പേസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിനൊന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലീൻ ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ അരിപ്പൊടി കൂടെ ചേർത്തിട്ട്, പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് അലോവേറ ജെല്ലാണ്. 1 ടീസ്പൂണോളം. ഞാൻ ഒരു ഫ്രഷ് അലോവേറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ കറയൊക്കെ കുറച്ച് നേരം വെച്ചിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഹണിയാണ്. അപ്പോൾ നമ്മൾ ഹണിയും ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നമ്മളെ പേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിധം ഇതാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ക്രീം രൂപത്തിൽ നമുക്ക് ഈ പേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫേഷ്യലിനുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ക്ലീൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ പേക്കട എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ല തിക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റനിങ് എഫക്റ്റൊക്കെ നൽകുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ നല്ല റിസൾട്ട് നൽകും. നമ്മുടെ ഈവൻ ടോൺ മാറ്റാനും ബ്രൈറ്റ്നെസ് കൂട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഹണി, അലോവേറ ഇതെല്ലാം നമ്മുടെ സ്കിന്ന് മോയിസ്റ്റായിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തിക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. തിക്കായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കാണാനായിട്ട് പറ്റില്ല. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കഴുത്തിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം. കാരണം കഴുത്തിൽ ഇതും ഫേസിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും നമ്മൾ കഴുത്തിൻ്റെ ഡിഫറൻസ്. സത്യം പറഞ്ഞാൽ കഴുത്തിലൂടെ ഇടാനുള്ളതായിരുന്നു, എനിക്ക് പാക്ക് തികഞ്ഞില്ല. അപ്പോൾ നമ്മൾ കഴുത്തിലൂടെ ഇടണമെങ്കിൽ നമുക്ക് ഈ ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ തന്നെ വിസിബിളാണ്. ആ ഒരു ഡാർക്ക്നെസ്സും എൻ്റെ ഫേസിലുള്ള ആ ഒരു ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഡിസ്കളറായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ നെറ്റിയുടെ ഏരിയയൊക്കെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് പാക്ക് കൂടുതലായിട്ട് കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരു യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കിപ്പോൾ നല്ല രീതിയിലൊക്കെ നമ്മുടെ സ്കിൻ ഈവൻ ടോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. ഞാൻ ഏകദേശം ഒന്ന് ഫേസ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ എത്രത്തോളം എൻ്റെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയട്ടെ, നല്ല സോഫ്റ്റ് മാത്രമല്ല, നോക്കി നന്നായിട്ട് നല്ല തിളക്കാൻ വെച്ച് ഫസ്റ്റ് യൂസിൽ തന്നെ ശരിക്കും എനിക്ക് കുറച്ചൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരാഴ്ച ഫുള്ളായിട്ട് യൂസ് ചെയ്യണം. അതായത് ഒരാഴ്ച ഫുള്ളെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്, അടുപ്പിച്ചുള്ള ദിവസങ്ങളിലല്ലാതെ. അപ്പോൾ ഇപ്പം റിസൾട്ട് കിട്ടുന്നവരേക്കും നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്ത് പോകാവുന്നതാണ്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് സൂപ്പർ റിസൾട്ടാണ്, ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ള ആ ഒരു അൺഈവനായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ കൂടെ ഇട്ട് കൊടുക്കുക, ആരും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.